ഡിസൈൻ എ കാസ്റ്റ് ആൻഡ് ഫ്ലാഞ്ച് കപ്ലിംഗ് ടു ട്രാൻസ്മിറ്റ് 18 കിലോ വാട്ട് അല്ലേ. അപ്പോൾ പവർ എത്ര 18 കിലോ വാട്ട്. പിന്നെന്താ വന്നേക്കുന്നത് അറ്റ് 1440 RPM. The allowable stress for shaft, key and bolt are 75 megapascal in shear. അപ്പോൾ ഷാഫ്റ്റിൻ്റെ എന്താ ടോ എസ്. കീയുടെ എന്തുവാ കീയുടെ ടോ 1 അല്ലേ. ടോ ബി. ടോ എസിൻ്റെ വാല്യൂ എത്ര? ഇത് 3ൻ്റെ വാല്യൂ എന്തുവാ? ഷാഫ്റ്റിൻ്റെ കീയുടെ ബോൾട്ടിൻ്റെ ഷിയർ എത്ര? 75 മെഗാപാസ്കൽ. പിന്നെന്താണ് 150 മെഗാപാസ്കൽ ക്രഷിംഗ്. ക്രഷിംഗ് എന്തൊക്കെയാണ് ഉള്ളത്? ക്രഷിങ്ങിൻ്റെ ഏതൊക്കെ ഉള്ളത്? കീക്കും ഉണ്ട് ബോൾട്ടിനുണ്ട് അല്ലേ. അപ്പോൾ അത് ഏതിനൊക്കെയാണ്? സിഗ്മ ബി ഉണ്ട്. സിഗ്മ ബി എന്തിൻ്റെയാ? ഏതിൻ്റെയാ? ബോൾട്ടിൻ്റെ. സിഗ്മ ബി വണ്ണോ കീയുടെ. അപ്പോൾ അത് രണ്ടിൻ്റെ വാല്യൂ എന്തുവാ? 50. ഓക്കെ. പിന്നെന്തുവാ അലോവബിൾ ഷിയർ സ്ട്രെസ് ഫോർ ദ ഫ്ലാഞ്ച് അത് എത്രയാ? ഇപ്പോൾ ടോ സി ആണ്. ടോ സിയുടെ വാല്യൂ എത്ര? 5 മെഗാപാസ്കൽ അല്ലേ. ആണോ? ഇത്രയും ക്ലിയർ ആയല്ലേ? ഇത്രയും ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇനി നിങ്ങൾ തന്നെ എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നിങ്ങളിങ്ങനെ സ്റ്റെപ്പ് സിഗ്മ ബിയും സിഗ്മ ബി വണ്ണും ഈക്വൽ അല്ലേ? തന്നിട്ടുണ്ടല്ലോ ക്രഷിംഗ് സ്ട്രെങ്ത്. ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഏതിനൊക്കെയാണ് ഉള്ളത്? കീക്കും ബോൾട്ടിനും അല്ലേ. അതെന്തുവാ? കീയുടെ എന്താണ്? സിഗ്മ ബി 1, ബോൾട്ടിന് സിഗ്മ ബി. അതാണ് എഴുതി വെച്ചിരുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നിങ്ങൾ തന്നെ എന്താ പറയുക? നിങ്ങൾ പ്രൊസീജിയർ പഠിച്ചു. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ട? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡിസൈൻ ഓഫ്. ഫസ്റ്റ് നമ്മൾ ഹെഡ് വെക്കണം. ഡിസൈൻ ഓഫ് ഷാഫ്റ്റ് ഡിസൈൻ കണ്ടുപിടിക്കണം അല്ലേ. ഷാഫ്റ്റ് ഡിസൈൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ടോർക്ക്. ടോർക്കിൻ്റെ ഫോമിൽ എന്തുവാ? ടോർക്കിൻ്റെ ഫോമിൽ എന്തുവാ? 10⁻⁶ P/ω അല്ലേ. ഇത് കണ്ടുപിടിച്ച് ഈ ഇക്വേഷൻ എവിടെ കിടക്കുന്നത് അറിയാമോ? സാറേ 10⁻⁶ P/ω വെച്ച് ചെയ്യാൻ പറ്റത്തില്ലേ? 10⁻⁶ P/ω. ഒമേഗ എന്ന് ഇവിടെ 2πn/60 ഒക്കെ കണ്ടുപിടിക്കണ്ടേ? അങ്ങനെ ചെയ്തൂടെ? അങ്ങനെ ചെയ്യുന്നേക്കാളും തന്നെ അവിടെ കൊടുത്തേക്കുന്ന ഇക്വേഷൻസിനകത്ത് RPM ഉണ്ട്, പവറുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ എടുത്താൽ മതി. ഇവിടെ എന്നു വെച്ചാൽ RPM ആ, പവർ തന്നിട്ടുണ്ട്. അത് രണ്ടുമുള്ള ഇക്വേഷൻ T ആണ്. അപ്പോൾ അത് എടുത്താൽ മതി. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ടോർക്ക് കണ്ടുപിടിച്ച് ടോർക്കിൻ്റെ വാല്യൂ എത്ര വരും? ആ ഇക്വേഷൻ ടോർക്കിൻ്റെ വാല്യൂ എത്ര ഇവിടെ കണ്ടുപിടിച്ച് ഇക്വേഷൻ ഏത് പേജിലാണ്? ഇക്വേഷൻ ഏത് പേജിലാണെന്ന് നോക്കി. പേജ് നമ്പർ 50-കകത്ത് 3.3. ഇത് നമ്മൾ ഡിസൈൻ ഓഫ് ഷാഫ്റ്റിനകത്ത് ഉപയോഗിച്ച ഇക്വേഷനാണ്. ഡിസൈൻ ഓഫ് ഷാഫ്റ്റിനകത്ത് സെയിം ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചായിരുന്നു. ഡിസൈൻ ഓഫ് ഷാഫ്റ്റിനകത്ത് ടോർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെയിം ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചായിരുന്നു. അതേ സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെ. പവർ കിലോ വാട്ടിലാണ്.
എത്ര കിട്ടി? ആൻസർ കിട്ടുന്നത് ഓൾമോസ്റ്റ് 119.38 ഇൻറ്റു 10⁻³ കിട്ടും, ന്യൂട്ടൺ മില്ലിമീറ്റർ. ഇപ്പോൾ ടോർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എന്ത് പഠിക്കേണ്ടത്? ഇത് നമ്മള് ഇട്ട് കൊടുക്കുന്ന പവർ കിലോ വാട്ടിൽ തന്നെ ഇട്ട് കൊടുത്തല്ലേ ചെയ്യുന്നത്? അതെ, പവർ കിലോ വാട്ടിൽ തന്നെ. നമ്മൾ ഡേറ്റ ബുക്കിനകത്ത് കിലോ വാട്ടിലാണ് കൊടുത്തേക്കുന്ന പവർ. അതിൻ്റെ നോക്കി യൂണിറ്റ് നോക്ക്. അപ്പോൾ ടോർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണ്ടേ? ടോയ്സിൻ്റെ ഇക്വേഷൻ എന്തുവാ? ടോയ്സിൻ്റെ ഇക്വേഷൻ എന്തുവാ? അതിന് തൊട്ട് താഴെ തന്നെ കിടപ്പുണ്ട്, 16T/πd³ അല്ലേ? ടോയ്സിൻ്റെ വാല്യൂ എത്ര തന്നിട്ടുണ്ട്? എത്ര? 75 പാസ്കൽ. ടിയുടെ വാല്യൂയോ ഇത്. അവിടെ നമുക്ക് എന്ത് കിട്ടും? ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് കിട്ടും. എത്ര കിട്ടുമെന്ന് കണ്ടുപിടിച്ച്. എല്ലാവരും ചെയ്യുന്നുണ്ടോ? ഒരിക്കലും കുറവെടുക്കാൻ പറ്റത്തില്ല. 21 ആണോ സ്റ്റാൻഡേർഡ് സൈസ്? 22. ഒരിക്കലും 0.8 ആണ് നമുക്ക് വന്നെങ്കിൽ പോലും അതുപോലും കാണാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ തൊട്ട് താഴത്തെ എടുക്കത്തില്ല, തൊട്ട് മുകളിലത്തെ എടുക്കത്തുള്ളൂ കേട്ടോ. ഇനി എന്തുവാ എടുക്കണം? അപ്പോൾ ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യണം. അടുത്തെന്തുവാ നിങ്ങൾ തന്നെ പറ. ആ പ്രൊസീജിയർ അടുത്ത് ഇത് തന്നെ ചെയ്യണം. അടുത്തെന്തുവാ? ഡിസൈൻ ഓഫ് ഹബ്ബ് ആണോ? ഹബ്ബല്ലേ? ഹബിൻ്റെ ഡയമീറ്റർ എന്തുവാ? എന്തുവാ അതിൻ്റെ ഫോർമുല? എന്തുവാ ഇവിടെ കിടക്കുന്നത്? 1.5D+25M. അതെ, 13.1D. ഓക്കെ, 250 13.1D ആണ്. അപ്പോൾ D1ൻ്റെ ഇക്വേഷൻ 1.5D + 22 ആണ്. അപ്പോൾ നമുക്ക് D1ൻ്റെ വാല്യൂ എത്ര കിട്ടും? D1ൻ്റെ വാല്യൂ എത്ര കിട്ടും? D1ൻ്റെ വാല്യൂ 58 കിട്ടും. അടുത്ത് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഹബ്ബ് 22 ആണോ? 25 അല്ലേ? അല്ല, അത് തെറ്റാണ്. സോറി, 25 എനിക്ക് എഴുതി തെറ്റിപ്പോയതാ. അടുത്ത എന്തുവാ? ഹബ്ബ് ലെങ്ത്. ഹബ്ബ് ലെങ്തിന്റെ ഫോർമുല എന്തുവാ? 1.2D+20M. എത്ര കിട്ടും? ഇതെവിടെ കിടക്കുന്നത്? ഇതൊക്കെ തൊട്ടടുത്തടുത്ത് കിടപ്പുണ്ട് കേട്ടോ. പേജ് നമ്പർ 252 13.1G. ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു തന്നെ, അതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഹബിന്റെ ലെങ്ത് എത്ര കണ്ടോ? ഫോർമുല കണ്ടോ? എത്ര കിട്ടി? 40 എത്ര? 46.4. അപ്പോൾ നമുക്കത് 46 പോയിന്റ് നമുക്ക് എങ്ങനെ എഴുതാം? 47 ആയിട്ട് കൺവേർട്ട് ചെയ്താൽ. ഇനി അടുത്തൊന്നും കണ്ടുപിടിക്കണ്ടേ? ഇത്രയും ചെയ്തോ എല്ലാവരും? ഫാസ്റ്റ് ആണോ? ഹബ്ബ് എളുപ്പമല്ലേ? ഏതാ ആ ചെയ്തു. ഏതാ ഇതിന്റെ താഴോട്ടോ? ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് പറ കേട്ടോ. ഹബ്ബിന്റെ ലെങ്ത് വരെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് പറ. ഏത്? അപ്പൊ നമ്മൾ അതൊരു ഹബ്ബിന്റെ വരെ കണ്ടുപിടിച്ചു. ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കണ്ടേ? കീ. അടുത്ത് എന്താ കണ്ടുപിടിക്കണ്ടേ?
കീ അല്ലേ ചെക്ക് ചെയ്യണ്ടേ? Crushing. ഡിസൈൻ ഓഫ് കീ ചെക്ക് ചെയ്യുമ്പോൾ കീയുടെ 2 സ്ട്രെസ്സസ് എന്തൊക്കെയാ? Crushing stress. ടോ 1 ഉണ്ട്, B1. ടോ 1 ഉണ്ട്, പിന്നെ സിഗ്മ B1 ഉണ്ട്. അപ്പം നമ്മൾ എന്തുവാ നമ്മൾ പറയേണ്ടത്? B1. നമ്മൾ ചെക്ക് ചെയ്യുക, ക്വസ്റ്റ്യനകത്ത് തന്നേക്കുന്നത് സിഗ്മ B1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടോ 1 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആണോ? സിഗ്മ B1 ആകുമ്പോൾ 2 ടോ 1 ആണോ എന്ന് ചെക്ക് ചെയ്തേ. സിഗ്മ ബിയുടെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? സിഗ്മ ബിയുടെ വാല്യൂ 150 അല്ലേ? ടോ 1ൻ്റെ വാല്യൂ 75 അപ്പോൾ അത് ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കീ ഉപയോഗിക്കണം? Square. സ്ക്വയർ കീയുടെ പ്രത്യേകത എന്താണ്? ഈ ലെങ്തും അതായത് ഈ ബി എന്ന് പറഞ്ഞ ലെങ്തും ഇത് എച്ച് എന്ന ലെങ്ത് എടുക്കുകയാണെങ്കിൽ ബി ഈസിക്കൽ ടു എന്തായിരിക്കും? ബി ഈക്വൽ ടു എന്തായിരിക്കും സ്ക്വയർ കീക്കകത്ത്? എന്തായിരിക്കും സ്ക്വയർ കീ? അത് ബി എച്ചും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്ക്വയർ കീ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ഞാൻ ഒരു പേജ് നമ്പർ പറഞ്ഞായിരുന്നു. ഏത് പേജ് നമ്പറിൽ നിന്ന് എടുക്കണ്ടേ? പേജ് നമ്പർ 69 എടുത്തേ. 69 എടുത്തേ. 69 എടുത്തേ. ഏതാ? കേട്ടില്ല. പേജ് നമ്പർ 69 എടുത്തോ. ഓക്കെ എഴുതിക്കോ. ഓക്കെ ശരി. ഏത് ലെങ്ത് കണ്ടുപിടിച്ച്? ഹബിന്റെ ലെങ്ത് കണ്ടുപിടിച്ചു, അത്രേ ഉള്ളൂ. അടുത്ത് നമ്മൾ കീ ഡിസൈൻ ചെയ്യാൻ പോവാ. കീ ഡിസൈൻ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കീയുടെ 2 സ്ട്രെസ്സസ് എന്തൊക്കെയാണ്? ടോ 1ഉം സിഗ്മ B1. അപ്പോൾ നമ്മൾ ഏത് റിലേഷൻ ചെക്ക് ചെയ്യണം? സിഗ്മ B1 ഈക്വൽ ടു ടോ 1 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ആണെങ്കിൽ നമുക്ക് എന്തോ എടുക്കാം? അപ്പോൾ സ്ക്വയർ കീ എടുക്കാം. അപ്പോൾ സ്ക്വയർ കീയുടെ ടേബിൾ എവിടെ കിടക്കുന്നത്? അത് ഞാൻ ചെയ്യിപ്പിക്കാം, അടുത്ത പ്രോബ്ലം ചെയ്യിപ്പിക്കാം. ഏത് സ്ക്വയർ കീയുടെ ഡേറ്റ എവിടെ നിന്ന് എടുക്കുന്നേ? 69 ആണല്ലോ. അപ്പോൾ 69 നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ആ ഒരു ടേബിൾ ഒന്ന് നല്ലതായിട്ടൊന്ന് വായിച്ചു നോക്കി. ഫസ്റ്റിൽ എന്താണ്? ഷാഫ്റ്റ് ഡയമീറ്റർ കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറേ ക്രോസ് സെക്ഷൻ, കീ വേൽ, ടോളറൻസ് കുറേ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ എത്ര? 22. അപ്പോൾ 22ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ എടുത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. 6 മുതൽ 8 വരെ ഒരു ലെങ്ത്, 8 മുതൽ 10 വരെ, 10 മുതൽ 12 വരെ, 12 മുതൽ 17 വരെ, 17 മുതൽ 22 വരെ. അപ്പോൾ 17 മുതൽ 22 വരെ വരുന്നതിനകത്തല്ലേ വരുന്നത് നമ്മുടെ സ്ക്വയർ കീ ഡയമീറ്റർ? 17 മുതൽ 22 വരെ വരുമ്പോഴത്തേന് വാല്യൂ എന്ത് വരും? എച്ചിൻ്റെയും സ്ക്വയർ കീ ആയതുകൊണ്ട് 2 സൈഡ് ഈക്വലാണ്. അവർ എച്ചിൻ്റെയും ബിയുടെയും വാല്യൂ എന്ത് വരും? 6. ടേബിൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ടേബിളിനകത്ത് ഫസ്റ്റ് റോയ്ക്കകത്ത് കൊടുത്തേക്കുന്നത് നമ്മുടെ ഷാഫ്റ്റിന് ഡയമീറ്ററാണ്. ഓക്കെ, 6 മുതൽ 8 വരെ ഡയമീറ്റർ ഉള്ള ഷാഫ്റ്റ് ആണെങ്കിൽ 2 വിട്ടും 2 ഹൈറ്റും ഉള്ള സ്ക്വയർ കീ ആയിരിക്കും ഉപയോഗിക്കുന്നത്. 8 മുതൽ 10 വരെ ആണെങ്കിൽ 3 വിട്ടും 3 ഹൈറ്റും, 10 മുതൽ 12 വരെ ആണെങ്കിൽ 4 വിട്ടും 4 ഹൈറ്റും. അതുപോലെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഏതിനകത്താണ് വരുന്നത്? നമ്മുടെ ഡയമീറ്റർ എത്ര? നമ്മുടെ ഡയമീറ്റർ എത്ര? 22. അപ്പോൾ അത് ഏതിനകത്താണ് വരുന്നത്? 17 മുതൽ 22. 17, 22. 17, 22 വരെനകത്ത് കോളത്തിനകത്ത് വരുമ്പം അതിനകത്ത് എച്ചിൻ്റെയും ബിയുടെയും വാല്യൂ എന്തുവാ? എച്ചിൻ്റെ ബിയുടെ വാല്യൂ എന്തുവാ? ഇവിടെ തൊട്ട് താഴെ കിടപ്പുണ്ട് 17, 22. ഏതാ? 6 ആണ് സർ. 6.
അപ്പോൾ നമുക്ക് ഈ കീ നമ്മൾ കീയുടെ ഡയമെൻഷൻ കിട്ടി. കീയുടെ വാല്യൂ എന്ത് H=B=6 കിട്ടി. പക്ഷെ നമ്മൾ ഈ എടുത്ത കീ ഓക്കെ ആണോ സേഫ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. സേഫ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. കീയുടെ രണ്ട് സ്ട്രെസ്സസ് എന്തൊക്കെയാ? കീയുടെ രണ്ട് സ്ട്രെസ് എന്തൊക്കെയാ? എന്തൊക്കെയാ? ടോ1ഉം പിന്നെന്താ? ടോ1ഉം സിഗ്മ B1ഉം. ടോ1ഉം സിഗ്മ B1ഉം. നമ്മൾ ടോ1ഉം സിഗ്മ B1ഉം ഏത് ഡയമെൻഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടുപിടിക്കണം? ഏത് ഡയമെൻഷൻ കണ്ടുപിടിക്കണം? 6 കാണുന്ന ഡയമെൻഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോ1ഉം സിഗ്മ B1ഉം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചിട്ട് ആ ഡയമെൻഷൻ നമുക്ക് തന്നിരിക്കുന്ന സ്ട്രെങ്തിനെക്കാട്ടിലും കുറവാണോ ചെക്ക് ചെയ്യണം. അങ്ങനെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കത് സേഫാണ്. അപ്പോൾ അത് ടോ1ഉം സിഗ്മ B1ഉം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡേറ്റാ ബുക്ക് ആ ഒരു പേജിൽ തന്നെ കിടപ്പുണ്ട്. പേജ് നമ്പർ 252 എടുത്തേ. 252 എടുത്തേ. 252 എടുത്തേ. ഇപ്പോൾ നമ്മൾ കീയുടെ ഡിസൈൻ ചെക്ക് ചെയ്യാൻ നോക്കാൻ പോകും. കീയുടെ ഇക്വേഷൻ നോക്കി. 252-ക്കകത്ത് കീയുടെ ഷിയറിൻ്റെ ഇക്വേഷൻ നോക്കണം. പിന്നെ ക്രഷിങ്ങിൻ്റെ ഇക്വേഷൻ നോക്കണം. ഷിയറിൻ്റെ ഇക്വേഷൻ എന്തുവാ? കീയുടെ നോക്കി, താഴോട്ട് നോക്കി. 252-ക്കകത്തല്ല, കീയുടെ വേറൊരു ചാപ്റ്റർ ഉണ്ട്. അതെവിടെയാ നോക്കി. കീയുടെ 62 കീയുടെ ഒരു വേറെ ചാപ്റ്റർ ഉണ്ട് കേട്ടോ. ആ ചാപ്റ്ററിനകത്താ പേജ് നമ്പർ 62 എന്ന് തോന്നുന്നു അല്ലേ? പേജ് നമ്പർ 62-നകത്ത് കീയുടെ ഇക്വേഷൻ നോക്കി എന്താണ്? ടോൾ ഇക്വേഷൻ നോക്കി. ടോൾ ഇക്വേഷൻ half ടോ1 BDL അല്ലേ? ഹാഫ് ടോ1 B ഡി ക്യാപിറ്റൽ കൊടുക്കാമല്ലോ. ഡി ക്യാപിറ്റൽ കൊടുക്കാമല്ലോ. എൽ. ഓക്കെ. അപ്പൊ ഈ ടോർക്ക് ടിയുടെ വാല്യൂ എന്തുവാ? നമുക്ക് കണ്ടുപിടിച്ച്. ടിയുടെ വാല്യൂ കണ്ടുപിടിച്ചില്ലേ? കണ്ടുപിടിച്ചു. ബിയുടെ വാല്യൂ എന്തുവാ? പേജ് നമ്പർ 62 എടുത്തേ. പേജ് നമ്പർ 62 എടുത്തോ. പേജ് നമ്പർ 62-നകത്ത് 4.5 എന്ന് പറഞ്ഞ ഇക്വേഷൻ കണ്ടോ? അതിനകത്ത് T=12 ടോ1 B/D എന്ന ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ വേറൊരു മൈനസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ സെക്ഷൻ നമ്മൾ എടുക്കുന്നില്ല, അത് മൈനസ് അല്ല. ഓക്കെ, അത് ഈക്വൽ ടു വേറൊരു ഇക്വേഷൻ, നമ്മൾ ഫസ്റ്റ് ഇക്വേഷനാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ എടുക്കുമ്പോഴത്തേന് ഈ ഇക്വേഷനകത്ത് എന്തോ കിടക്കുന്നത്? ടോർക്കുണ്ട്, അറിയാം. ബി ഉണ്ട്. ബി എത്ര? എന്തുകൊണ്ടാണ് നമ്മൾ ഈ പേജ് നമ്പർ 62-നകത്ത് വന്ന് എടുത്തത്? പേജ് നമ്പർ 60 കീയുടെ ഇക്വേഷൻസ് ഇവിടെ കിടക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് എടുത്തത് കേട്ടോ. കീയുടെ ഷിയറിൻ്റെ ഇക്വേഷൻ, ഷിയർ ഇൻക്ലൂഡ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. ഇപ്പോൾ ബി നമുക്ക് എത്ര കിട്ടി? ബിയുടെ പോലെ എത്ര കിട്ടിയേ? 6. ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ എത്ര കിട്ടിയേ? 22. ഈ എൽ എന്ന് പറയുന്നത് ഹബിൻ്റെ ലെങ്ത് ആയിട്ട് എടുക്കുക. ഹബിൻ്റെ ലെങ്ത് എത്ര? 47. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് എന്ത് കിട്ടും? കണ്ടുപിടിച്ച് ടോ1 38.480 ആണോ സാർ? ടോ1 38.480 ന്യൂട്ടൺ പെർ. അപ്പോൾ ടോയുടെ ഷിയർ സ്ട്രെസ്സാ, ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഈ വാല്യൂ കിട്ടി. നമുക്ക് ഇനി എന്ത്? ഹെൻസ് ദ കാൽക്കുലേറ്റഡ് ടോ1 ഈസ് ലെസ് ദാൻ
ഇത് ഗിവൺ ടോവൺ ഈസിക്കൽ ടു ഗിവൺ ടോവൺ എത്ര 75 കണ്ട അല്ലേ? അപ്പോൾ നമ്മുടെ ഇത് സേഫാണ്. sir 75. അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ടോ എന്ന് 1 എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിക്ക് ടോണിനെക്കാട്ടിലും കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് 6 ഡയമെൻഷനുള്ള കീ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. മനസ്സിലായോ? ഇനി അതുപോലെ തന്നെ കീയുടെ ഇത്രയും ചെയ്തേ. പറഞ്ഞോ, ചോദിച്ചോ. പറഞ്ഞോ. മറ്റേ ടി കണ്ടുപിടിക്കണം പറഞ്ഞില്ലേ? ടോവൺ ബി. അതിന്റെ അകത്തുനിന്ന് ടോവൺ ആണോ കണ്ടുപിടിക്കുന്നത്? അതെ, ടോവണ് കണ്ടുപിടിക്കുന്നത്. ടി കണ്ടുപിടിച്ച് ടോവണ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ നോക്കുന്നത് ആ ഡയമെൻഷനുള്ള ടോർക്ക്, ആ ഡയമെൻഷനുള്ള ഷിയർ നമുക്ക് തന്നിരിക്കുന്ന ഷിയറിനെക്കാട്ടിലും ചെറുതാണോ നോക്കുക. ചെറുതാണെങ്കിൽ ഓക്കെ, എനിക്ക് ആ ഡയമെൻഷനുള്ള കീ എടുക്കാൻ പറ്റും. അതല്ല എന്തുവാ വലുതാണെന്നുണ്ടെങ്കിൽ, തന്നിരിക്കുന്ന ടോയിനെക്കാട്ടിലും വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് ഡിസൈൻ സേഫ് ആണോ നമ്മൾ എടുക്കേണ്ട ടോർക്ക്. 119.357 ആദ്യം കിട്ടിയ ഷാഫ്റ്റ് ടോർക്ക് അല്ലേ? അതെ, ഷാഫ്റ്റ് ടോർക്ക് തന്നെയല്ലേ ഇതിനകത്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആ ടോർക്ക് തന്നെയല്ലേ മൊത്തത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അല്ല വേറെ ടോർക്കാണോ? ചോദിച്ചു. സ്ക്വയർ കീയുടെ ഡയമെൻഷൻ എടുത്തില്ലേ, ഡയമീറ്റർ? സ്ക്വയർ കീയുടെ ഡയമെൻഷൻ ബി വെച്ചു എടുത്ത്. അതിനകത്ത് എന്താ സംശയം? അത് പക്ഷേ അത് ഏതാ എടുക്കണേ? 70, 22 രണ്ടെണ്ണം കിടപ്പുണ്ടല്ലോ. 70-22 വരെ ഉള്ളതാണോ അതെടുക്കുക. 70-22 എന്ത് വരുന്നത്? ബിയുടെ എച്ചിന്റെ വാല്യൂ. പിന്നെ 22-30 അതെടുക്കണ്ടേ? ഇപ്പോൾ 22-30 എടുക്കണ്ട, 70-22 എടുത്താൽ മതി. കുറച്ചൊക്കെ നമ്മൾ പൊടിക്കൈകൾ ഓർത്തിരിക്കണം കേട്ടോ. ഈക്വൽ അല്ലാതെ വരുവാണെങ്കിൽ നമ്മൾ അടുത്ത ഡയമീറ്റർ എടുത്ത് ചെയ്യേണ്ടി വരും. ഏതാ? എച്ചിന്റെ മോളിൽ വരുമ്പോൾ ഡീക്വൽ അല്ല. അപ്പോൾ സ്ക്വയർ കീ എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ഏതാ എടുക്കാൻ പറ്റത്തുള്ളൂ? നമ്മൾ അത് എടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ചില കേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്സിന്റെ വാല്യൂ തന്നിരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് വരും. അന്നേരം ഒരു കാര്യം ചെയ്യണം, അത് ഞാൻ പിന്നെ പറഞ്ഞത്, ഇപ്പം പറഞ്ഞ കൺഫ്യൂഷൻ ആവും കേട്ടോ. നമ്മൾ സേഫ് ആണോ ചെക്ക് ചെയ്യുമ്പോഴത്തേന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂവിനെക്കാളും ചെറുതേ വരാവുള്ളൂ. എപ്പോഴും ചെറുതല്ല വരുന്നതെന്നുണ്ടെങ്കിൽ, വലുതാ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈൻ സേഫ് അല്ല, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? നമുക്ക് തന്നിരിക്കുന്ന മെറ്റീരിയലിന്റെ സ്ട്രെങ്ത് 75 ഉള്ളൂ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന സ്ട്രെങ്ത് 80 ആണെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പോൾ ടോവണ് കണ്ടുപിടിച്ച മാതിരി തന്നെ എന്ത് കണ്ടുപിടിക്കണം? കീയുടെ സ്ട്രെസ്സസ് എന്തൊക്കെയാ? ടോവണ്ണും ഉണ്ട്, സിഗ്മ B1 ഉണ്ട്. സിഗ്മ B1 എന്ന് പറയുമ്പോൾ എന്താണ്? ക്രഷിംഗ് ആണ്. അപ്പോൾ കീയുടെ ക്രഷിംഗ് റിലേറ്റഡ് ഫോമുല ഏതാന്ന് നോക്കി, പേജ് നമ്പർ 62 നോക്കി. സിഗ്മ B1 ഇൻക്ലൂഡ് ചെയ്ത ഫോർമുല ഏതാ? T = ഏതാ? 1/4 സിഗ്മ B1 H × D × L. ഇത് ഏത് ഇക്വേഷനാണ്? പേജ് നമ്പർ 62 4.4b. ഇവിടെ മൈനസ് എന്നൊരു ടൈം കിടപ്പുണ്ട്, അതൊന്നും നമ്മൾ എടുക്കുന്നില്ല കേട്ടോ, ഇത്രയും മാത്രമേ എടുക്കുന്നുള്ളൂ. ഒന്ന് ചെയ്തേ. എടാ ടോണിന്റെ വാല്യൂ കണ്ടുപിടിച്ചില്ല. അതുപോലെ തന്നെ അടുത്ത എന്ത് ചെയ്യാം? അടുത്ത എന്തോ നമ്മൾ ചെയ്യാൻ പോകുന്നത്? കീക്ക് 2 സ്ട്രെസ്സാണ് ഉള്ളത്, ടോവണ്ണും ഉണ്ട്, സിഗ്മ B1. ഇത് രണ്ടും ചെക്ക് ചെയ്യണം. ടോൺ നമ്മൾ ചെക്ക് ചെയ്തു. ഇനി സിഗ്മ B1 ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഇക്വേഷൻ എടുക്കുന്നത്?
ഇക്വേഷൻ പേജ് നമ്പർ 62-നകത്ത് 4.4 ബിക്കകത്ത് ഇക്വേഷൻ. ഇപ്പോൾ ടി ഈസിക്കൽ ടു എന്താ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? ഓ പോയോ? അതെ, 1/4 സിഗ്മ B1 H D L. ഇതിൻ്റെ ഇങ്ങോട്ട് കുറച്ചുണ്ട്, അത് നമ്മൾ എടുക്കുന്നില്ല, ഇത്രയും മാത്രം എടുക്കുന്നത്. ഈ എല്ലിൻ്റെ വാല്യൂ എന്താണ്? എല്ലിൻ്റെ വാല്യൂ എന്താ? ഹബ്ബ് ലെങ്ത്. ഡി എന്താ? 47. ഡി എന്താ? ഷാഫ്റ്റ് ഡയമീറ്റർ. എച്ച് എന്താ? 6. അപ്പോൾ അവിടെ നമുക്ക് വലുതാണെങ്കിൽ ഒരു കേസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ചെറുതാണെന്നുള്ള കേസ് ചെയ്യുക. ഇപ്പം എല്ലാം കൂടെ പറഞ്ഞ് കൺഫ്യൂസിങ് ആക്കുന്നില്ല. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ചെറുതാണെങ്കിൽ മാത്രമേ ആ മെഷർമെൻറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരു മെത്തേഡ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യും, കാരണം നമ്മുടെ സമയം തീരാറായി. എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതും തീരത്തില്ല, അതും തീരത്തില്ല, കേട്ടോ. അപ്പോൾ നമ്മൾ അതിനകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? സിഗ്മ B1 കണ്ടുപിടിച്ച് 76.960 Nm/mm² ആണ്. സിഗ്മ 76. ഓക്കെ, 76 വരും. അപ്പോൾ അതിന് നമുക്ക് എന്ത് കിട്ടി? ഹിയർ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് സിഗ്മ B1 ഈസ് ലെസ് ദാൻ ദി ഗിവൺ വാല്യൂ. എത്ര ഗിവൺ വാല്യൂ? എത്ര? 150 അല്ലേ? ഗിവൺ വാല്യൂ 150 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? അപ്പൊ നമുക്ക് പറഞ്ഞോ, ഏതാ? എച്ചും ബിയും എല്ലാം 6ആ, കാരണം സ്ക്വയർ കീയാ. ഇത് എച്ച്, ഇത് ബി, സ്ക്വയർ കീ അല്ലേ? അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്ത് മനസ്സിലായി? 6 എന്ന് പറയുന്ന ഡയമെൻഷൻ എടുത്തു കഴിഞ്ഞാൽ ഇഫ് വി ടേക്ക് H ഈസിക്കൽ ടു B ഈസിക്കൽ ടു 6, ഡിസൈൻ ഓഫ് കീ ഈസ് സേഫ് അല്ലേ? കീയുടെ ഡിസൈൻ സേഫ് ആണ്. ഇനി അടുത്ത് എന്തോ കണ്ടുപിടിക്കണ്ടേ? ഡിസൈൻ ഓഫ് ബോൾട്ട്. അപ്പം നോക്കിയേ, ഡിസൈൻ ഓഫ് ബോൾട്ട് ചെയ്തേ. ഡിസൈൻ ഓഫ് ബോൾട്ട്. അപ്പോൾ ഫസ്റ്റ് എന്താ കണ്ടുപിടിക്കണ്ടേ? നമ്പർ ഓഫ് ബോൾട്ട്. നമ്പർ ഓഫ് ബോൾട്ടിൻ്റെ ഫോർമുല എന്തുവാ? ഏത് ഫോർമുല എടുക്കണ്ടേ? നമ്പർ ഓഫ് ബോൾട്ട് I ഈസിക്കൽ ടു 1/40 into D+2. 1/40 into D+2 അല്ല എടുക്കണ്ടേ? തൊട്ടടുത്ത ഫോർമുല എന്തുവാ? 0.02 D+3 ആണ്. അത് 3D ബൈ ഒരു ഫോർമുല ഇല്ലേ? 3D ബൈ 80 + 2. ഏതാ? കേട്ടില്ലടാ, നീ പറഞ്ഞ എന്താ? മനസ്സിലായില്ല, എന്തുവാ പറയുന്നേ? ഓക്കെ ഓക്കെ, പേജ് നമ്പർ 251. ഈ 1/40 into D+2 എന്താ എടുക്കാൻ? എടാ, അതെന്താ എടുക്കുകയാണെന്ന് ചോദിച്ചാൽ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഫോളോ ചെയ്ത ഇക്വേഷൻസാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പം നിങ്ങൾക്ക് ആ ടെക്സ്റ്റും ആ ആൻസറും അതെടുത്തും ചെയ്യാം. അപ്പോൾ എക്സാമിനേഷൻ നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ചുള്ള ഇക്വേഷൻസ് ഉപയോഗിച്ച് ചെയ്യാം. അതായത് നിങ്ങൾ ക്ലാസ് ചെയ്യിപ്പിച്ച ടൈപ്പ് പ്രോബ്ലംസ് അല്ല ക്വസ്റ്റ്യന് വന്നേക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. അപ്പം നിങ്ങൾ ഡേറ്റ ബുക്കിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ചുള്ള ഇക്വേഷൻസ് എടുത്ത് നിങ്ങൾ ആപ്റ്റായിട്ട് ഡിസൈൻ ചെയ്യാം. ഇപ്പം ഞാൻ പറയുന്നത് എക്സാമിനേഷൻ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ഇക്വേഷൻസ് എടുത്താണ് നമ്മൾ സോൾവ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ആ ഇക്വേഷൻ ഞാൻ പ്രിഫർ ചെയ്തെന്നുള്ളൂ, നമുക്ക് ആ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട്. അതല്ല, നിങ്ങൾക്ക് എക്സാമിനേഷന് ചെയ്യുമ്പോൾ അട്ടർ ബ്ലാങ്ക് ആയിപ്പോയി ഏത് ഇക്വേഷൻ എടുക്കേണ്ടതെന്ന് ഒരു ഐഡിയ പോലും കിട്ടുന്നില്ലെന്ന കേസിൽ നിങ്ങൾക്ക് ആ ഇക്വേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. കാരണം അതും ജസ്റ്റിഫൈ ചെയ്യാവുന്ന ഇക്വേഷനാണ്, കാരണം ഡേറ്റ ബുക്കിലുള്ള ഇക്വേഷനാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മാക്സിമം എല്ലാ കേസ് ഏതാ
കേൾക്കുന്നില്ലല്ലോ, എന്താ പറയുന്നത്? എല്ലാ കേസിലും ഇവിടെ എല്ലാ പ്രോബ്ലത്തിനകത്തും ഈ ഇക്വേഷൻ എടുത്താണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് സോൾവ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇക്വേഷൻ എടുത്തുന്നേ ഉള്ളൂ. അതായത് 3/80D+2 എന്ന് പറഞ്ഞ ഇക്വേഷൻ എല്ലാ പ്രോബ്ലവും ഈ ഒരു ഇക്വേഷൻ ബേസ്ഡാണ് സോൾവ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ബോൾട്ട് എനിക്ക് ഒന്ന് മാക്സിമം വരുന്നത് ഇതിനകത്താണ്. മാക്സിമം നമ്പർ ഓഫ് ബോൾട്ടിൻ്റെ എണ്ണം വരുന്നത് ഇതിനകത്തായിരിക്കും. അതുകൊണ്ടായിരിക്കണം മാക്സിമം നമ്പർ ഓഫ് ബോൾട്ട് അല്ലേ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും. അതുകൊണ്ടായിരിക്കും I = 3D/80+2 എന്ന് പറയുന്നത് എടുത്തത്. അപ്പോൾ ഇതിനകത്ത് ഐയുടെ വാല്യൂ കണ്ടുപിടിച്ചേ. ഐയുടെ വാല്യൂ 2.825. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ റൗണ്ട് ചെയ്യുന്നത്? 3 ആയിട്ട് റൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺസിമെട്രിക്കൽ വാല്യൂ ആണ്. നട്ടിൻ്റെ ബോൾട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ എപ്പോഴും നമ്മൾ സിമെട്രിക്കലായിട്ടല്ലേ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്യുന്നത് 4 റൗണ്ട് ചെയ്യുക. കാരണം നട്ട് നമ്മളിപ്പം ഇങ്ങനെ 3 എടുത്ത് നട്ട് ഘടിപ്പിക്കുമോ? നമ്മൾ സാധാരണ ചെയ്യുന്നത് സിമെട്രിക്കലായിട്ടായിരിക്കും അല്ലേ? ഒരു സർക്കുലർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, അങ്ങനെയല്ലേ ചെയ്യുന്നത്. അല്ലാതെ ഈ 3 വെച്ച് നമ്മൾ ചെയ്യുമോ? 3 വെച്ച് ബോൾട്ട് ഡിസൈൻ ചെയ്യും. അപ്പോൾ നമ്മൾ ഈവൻ നമ്പറിലോട്ട് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും. ഇപ്പോൾ 2.8ൻ്റെ അടുത്ത ഈവൻ നമ്പർ എന്തുവാ? 2.8ൻ്റെ അടുത്ത ഈവൻ നമ്പർ എന്തുവാ? അപ്പൊ നട്ട് ബോൾട്ട് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഈവൻ നമ്പറിലോട്ട് റൗണ്ട് ഓഫ് ചെയ്യുക. എന്താ ചോദിച്ചു സംശയം ചോദിച്ചു. എന്തുവാടാ സംശയം? എന്തുവാ ചോദിച്ചു? എന്തുവാ? സാറിന് വിളിച്ചല്ലോ. ഹലോ, ഒന്നുമില്ല. ഓക്കെ, ഐയുടെ വാല്യൂ കിട്ടിയോ? ഐയുടെ വാല്യൂ 2.8 കിട്ടി. നമുക്ക് സാധാരണ നമ്മൾ 3 ആയിട്ട് റൗണ്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ നട്ട് ബോൾട്ട് ആയതുകൊണ്ട് നമ്മൾ ഈവൻ നമ്പറിലോട്ട് റൗണ്ട് ചെയ്യുക. ഈവൻ നമ്പറിലോട്ട് റൗണ്ട് ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും? എത്ര കിട്ടും ആൻസർ ഈവൻ നമ്പർ റൗണ്ട് ചെയ്യുമ്പം? 4 കിട്ടും. ഇനി അടുത്ത എന്തോ ഡിസൈൻ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് ബോൾട്ട് കിട്ടി. ഇനി എന്തോ വേണ്ടത്? ഡയമീറ്റർ ഓഫ് ബോൾട്ടിന്റെ ഫോർമുല എന്തുവാ? 0.423D/√I plus 7. plus 7.5 mm. 7.5 mm ഇട്ടല്ലോ. ഇപ്പൊ എത്ര കിട്ടും ആൻസർ? 12.153. സാർ I = 2.825 കിട്ടി. ഇടയ്ക്ക് കട്ടായി പോയിരുന്നു. അപ്പം ഓക്കെ, I = 2. നമ്മൾ സാധാരണയായിട്ട് തൊട്ടടുത്ത സംഖ്യയിലോട്ടല്ലേ നമ്മൾ റൗണ്ട് ചെയ്യുന്നത്, ആണോ? തൊട്ടടുത്ത്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ബോൾട്ടിൻ്റെ കേസ്, ഒരു ഫ്ലാഞ്ചാ, ഇവിടെ ഒരു ബോൾട്ട് ഫിറ്റ് ചെയ്ത്, ഇവിടെ ഒരു ബോൾട്ട് ഫിറ്റ് ചെയ്ത്, ഇവിടെ ഒരു ബോൾട്ട് ഫിറ്റ് ചെയ്ത്, 3 ഫിറ്റ് ചെയ്യുക നമ്മൾ സാധാരണ. അതൊരു അൺസിമെട്രിക്കൽ. നമ്മളെപ്പോഴും ഈവൻ നമ്പറാണ് ചൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ 4. അപ്പം നമുക്ക് എപ്പോഴും ബോൾട്ടിൻ്റെ നമ്പർ ചെയ്യുമ്പോഴത്തേന് റൗണ്ട് ടു നിയറസ്റ്റ് ഈവൻ നമ്പറിലോട്ട് റൗണ്ട് ചെയ്യുക. 2.8ൻ്റെ തൊട്ടടുത്ത ഈവൻ നമ്പർ എത്ര? 2.8ൻ്റെ തൊട്ടടുത്ത ഈവൻ നമ്പർ 4 ആണ്. അപ്പോൾ 4ലോട്ട് റൗണ്ട് ചെയ്തു. ഇനി നമ്മൾ ഡയമീറ്റർ കണ്ടുപിടിച്ച്. ഡയമീറ്ററിൻ്റെ ഫോർമുല എന്തോ? തൊട്ട് താഴെ തന്നെ കിടപ്പുണ്ട്. ഐയുടെ തൊട്ട് താഴെ തന്നെ കിടപ്പുണ്ട് ഡയമീറ്ററിൻ്റെ ഫോർമുല. ഡയമീറ്റർ ബോൾട്ട് കണ്ടുപിടിച്ച്. ഡയമീറ്റർ ബോൾട്ടിൻ്റെ ഫോർമുല തൊട്ട് താഴെ തന്നെ കിടപ്പുണ്ട്. റൗണ്ട് ചെയ്ത ഐ ആയിരുന്നത്. കാരണം അത് വെച്ചിട്ടല്ലേ പിന്നെ ബാക്കി ഡിസൈൻ ചെയ്യുന്നത്.
ഇതിന്റെ സ്റ്റാൻഡേർഡ് കണ്ടുപിടിക്കണോ? കണ്ടുപിടിക്കണം. ഇത് ബോൾട്ടാണ്. ബോൾട്ടിന്റെ സ്റ്റാൻഡേർഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ച് മറ്റേ ത്രെഡഡ് ജോയിൻസ് പഠിച്ചിലോട്ട് പോകണം. എത്ര കിട്ടി ഡയമീറ്റർ? 12.153 എന്ന് പറയുന്ന ഒരു ത്രെഡഡ് ഡയമീറ്റർ ഉണ്ടോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? ഏത് പേജ് നമ്പറിലാണ് ത്രെഡഡ് ജോയിൻസ് നടക്കുന്നത്? 141 എടുത്ത് നോക്കിയിട്ട് ആ ടേബിൾ 9.8 ടേബിളിലാണ് നോക്കുമ്പോൾ 12.153 എന്ന് പറയുന്ന മേജർ ഡയമീറ്റർ ഉള്ള ഒരു ബോൾട്ട് ഉണ്ടോ നോക്കിക്കേ. ഉണ്ടോ? നോക്കിക്കേ പേജ് നമ്പർ 12 കഴിഞ്ഞ പിന്നെ എന്തോ ഉള്ളേ? 14. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം? സ്റ്റാൻഡേർഡ് കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണ്ടേ? ഈ ബോൾട്ട് ചെക്ക് ചെയ്യണ്ടേ? ബോൾട്ട് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യണ്ടേ? ബോൾട്ടിന്റെ എന്താ സ്ട്രെസ്സസ് എന്തൊക്കെയാ? എന്തൊക്കെ സ്ട്രെസ് ഉണ്ട് ബോൾട്ടിന്റെ? എന്തൊക്കെ? സിഗ്മ ബി മാത്രമേ ഉള്ളൂ അല്ലേ? സിഗ്മ ബിയും പിന്നെ എന്തുണ്ട്? സിഗ്മ ബി ഉണ്ട്, ടോബി ഉണ്ട്. അപ്പം നമ്മൾ നോക്കിയേ ബോൾട്ടിൻ്റെ നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഏത് ഇക്വേഷൻ എടുക്കണ്ടേ? നോക്കി തീരാറായി കേട്ടോ, അതിൻ്റെ സമയം തീർന്നു. പേജ് നമ്പർ 252 നോക്കി. ഈ പേജ് നമ്പർ 252 നോക്കി. ബോൾട്ട് 252 നോക്കി. 252 ഏത് ഫോമില എടുക്കണ്ടേ? ബോൾട്ടിന്റെ ഏതൊക്കെ ഫോമില ഉള്ള? ബോൾട്ട് ഷിയറിൻ രണ്ട് ഫോമുല ഉണ്ട്. ഒന്ന് ഷിയറിന്റെ ഫോമുല എന്തുവാ? ഷിയറിന്റെ ഫോമുല T = ടോ പൈ I d² d2 ഡിവൈഡ് ബൈ 8. അതുപോലെ തന്നെ അല്ലാത്ത സിഗ്മ ബിയുടെ ഉള്ള ഫോമുല എന്തുവാ? T = sigma b I t small t into T = sigma b I small t into d into capital D2 by 2 t into d2 by 2. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ഷിയറിന്റെ കണ്ടുപിടിക്കുന്നത്. ഷിയറിന്റെ അടുത്ത് ITDA ഉള്ളല്ലോ സാറ്. ITD into capital D2 divided by 2 മേളിൽ സ്ക്വയർ പോലെ കിടക്കും. ഓക്കെ, ഇവിടെ സ്ക്വയർ ഉണ്ടല്ലോ, ഷിയറിന്റെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഷിയറിന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ? ഷിയറിന്റെ ടോബിയുടെ വാല്യൂ എത്ര? ടോബിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണ്ട ഇല്ലേ? ടിയുടെ വാല്യൂ എത്ര? ടിയുടെ വാല്യൂ എത്ര? അതെ, ഈ ടോയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? ആദ്യം കണ്ടുപിടിച്ചിട്ട് കിട്ടിയതാണ്. ടോയുടെ വാല്യൂ കണ്ടുപിടിക്കണം. പൈ അറിയാം, ഐ അറിയാം. ഡി എന്ന് വെച്ചാൽ എന്താ? ഇവിടുത്തെ ഡി എന്താണ്? സ്മോൾ ഡി എന്താണ്? ഡയമീറ്റർ ഓഫ് ബോൾട്ട്. പിന്നെ ക്യാപിറ്റൽ ഡി എന്താണ്? ക്യാപിറ്റൽ D2 എന്താണ്? Diameter of bolt circle. അത് നമ്മൾ കണ്ടുപിടിച്ചോ? ക്യാപിറ്റൽ D2 കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തുവാ?
അവിടെ തന്നെ ഉണ്ട്. പേജ് 252 തന്നെ ഉണ്ട്. D2ന്റെ ഫോമിൽ എന്തുവാ? ബോൾട്ട് സർക്കിളിന്റെ ഫോമിൽ എന്തുവാ? D1 പ്ലസ് 3.2D. ഇത് ചെയ്യുമ്പോൾ D2 കിട്ടും. D1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഹബിൻ്റെ ഡയമീറ്റർ ആണ്. D എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾട്ടിൻ്റെ ഡയമീറ്റർ. അപ്പോൾ അവിടെ നമുക്ക് D2 കിട്ടും. D2 കണ്ടുപിടിച്ച് ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പം ഇവിടെ ടോ കിട്ടും. ഈ കിട്ടുന്ന ടോ തന്നിരിക്കുന്ന ടോയെക്കാട്ടിലും ചെറുതാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ബോൾട്ട് സേഫ് ആണെന്ന് പറയാൻ പറ്റുന്നത്. നോക്കിയേ, കണ്ടുപിടിച്ചേ. ഒരു 5 മിനിറ്റ് തരണേ. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം തീരും. അതുകൊണ്ടാണ്. സ്മോൾ ഡി എന്തുവാ? ഡയമീറ്റർ ഓഫ് ബോൾട്ട്. D2 എന്താണ്? നിങ്ങൾ ആ നോക്ക്, ആ പേജ്, ആ എന്തുവാ, ബോൾട്ട് സർക്കിൾ കണ്ടുപിടിച്ചില്ലല്ലോ. ബോൾട്ട് സർക്കിൾ ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അവിടെ തന്നെ ഉണ്ട്. നോക്കി മുകളിലോട്ട് നോക്കി, പേജ് നമ്പർ 250 ഏറ്റവും മുകളിൽ നോക്കി. ഡയമീറ്റർ ഓഫ് ബോൾട്ട് സർക്കിൾ എന്തുവാ? ഇത് കുറച്ച് ലെങ്തിയാണ്. ഇക്വേഷൻസ് ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ള ഒരു ഒറ്റ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ആൻസർ. അപ്പോൾ D2 കണ്ടുപിടിക്കുക. D2 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും? കണ്ടുപിടിച്ച് ഞാൻ വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കൂടെ തരണം കേട്ടോ. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇത് ഇത്രയും പറഞ്ഞത് വെറുതെ ആയി പോകും. പറഞ്ഞോ. ഈ D2 കണ്ടുപിടിക്കാൻ നേരത്തുള്ള സ്മോൾ ഡി എന്ന് പറയുന്ന ബോൾട്ടിന്റെ അതെ ഡയമീറ്റർ. അതെ 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 അതവിടെ വരട്ടെ. അത് T നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, അത് ഞാൻ പറയാം. എത്ര കിട്ടി ടോയുടെ വാല്യൂ ഇവിടുന്ന്? കണ്ടുപിടിച്ച് D2 സ്റ്റാൻഡേർഡ് സൈസ് ഒന്നുമില്ല. D2 സ്റ്റാൻഡേർഡ് സൈസ് ഒന്നുമില്ല, കിട്ടുന്നത് തന്നെ എഴുതിയാൽ മതി. അത് എന്ത് സത്യം പറഞ്ഞാൽ ഇതിനകത്തൊക്കെ കിട്ടുന്ന വാല്യൂ അല്ലേ, അതിനകത്തുള്ള സ്റ്റാൻഡേർഡ് കൺവേർട്ട് ചെയ്യണ്ട. എത്ര കിട്ടുന്നത്? എത്ര കിട്ടിയേ? 3.77 വല്ലോ. അതെ 3.72. ഒരു മിനിറ്റ്. അതെ 3.7 വരും. അപ്പോൾ ഇത് എന്തിനാ? ഇതെന്ത് ടോ ബി അല്ലേ? അപ്പോൾ ഈ ടോ ബി എന്തിനെക്കാട്ടിലും തന്നിരിക്കുന്ന ടോ ബി എത്ര? 25 മെഗാപാസ്കൽ. തന്നിരിക്കുന്ന ടോ ബി 75. അപ്പം നമുക്ക് എന്ത് കിട്ടി? ദ ഷിയർ സ്ട്രെങ്ത് ഓഫ് ഡിസൈൻഡ് ബോൾട്ട് ഈസ് ലെസ് ദാൻ ദി ഗിവൺ ഷിയർ സ്ട്രെങ്ത് അല്ലേ? അപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കണ്ടേ? ഇത്രയും മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത്രയും മനസ്സിലാവാത്തവരും കിട്ടാത്തവരും ആരെങ്കിലും ഉണ്ടോ? ഇത്രയും മനസ്സിലാവാത്തവരും കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റാത്തൊരു സമയം എടുത്ത് പിന്നെ ഇത് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ചോദിക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബോൾട്ടിന് 2 സ്ട്രെസ് ഉണ്ടല്ലോ. ബോൾട്ടിൻ്റെ 2 സ്ട്രെസ് എന്തൊക്കെയാ? ടോ ബിയും സിഗ്മ ബിയും. സിഗ്മ ബി സേഫ് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് അല്ലേ? ടോ ബിയുടെ ഇക്വേഷൻ എന്തുവാ? ബോൾട്ടിൻ്റെ ടോ ബിയുടെ ഇക്വേഷൻ എന്തുവാ?
ടോ ബി ഇൻക്ലൂഡ് ചെയ്യുന്ന ഇക്വേഷൻ എന്തുവാ? അവിടെ തന്നെ കിടപ്പുണ്ട് പേജ് നമ്പർ 252 പേജ് നമ്പർ 252 കിടപ്പുണ്ട്. ടോ ബി ഇൻക്ലൂഡ് ചെയ്യുന്ന ബോൾട്ടിൻ്റെ ഇപ്പം നമ്മൾ ടോബി അല്ലേ കണ്ടുപിടിച്ച്? അല്ല, ടോബി അല്ല, സിഗ്മ ബി ഇൻക്ലൂഡ് ചെയ്യുന്ന ബോൾട്ടിൻ്റെ സ്ട്രെസ് ടോർക്കിൻ്റെ ഇക്വേഷൻ എന്തുവാ? സിഗ്മ ബി ഇൻറ്റു ഐ ഇൻറ്റു സ്മോൾ ടി ഇൻറ്റു ഡി. സിഗ്മ ബി ഇൻറ്റു ഐ ഇൻറ്റു സ്മോൾ ടി ഇൻറ്റു ഡി ഇൻറ്റു D2 ഡിവൈഡ് ബൈ 2. ഇവിടെ ടി എന്താണ് സംശയം? എന്താ പറഞ്ഞ? കേട്ടില്ലടാ, എന്തോ പറഞ്ഞ? ഇവിടെ ടി എന്താ? നമുക്ക് ബാക്കിയല്ല അറിയാം. ടി എന്താ നോക്കിയേ. പേജ് നമ്പർ 250 മാർക്ക്. തിക്നെസ് ഓഫ് ഫ്ലേഞ്ച് കിട്ടിയോ? അപ്പോൾ ഇത് ചെയ്യണ്ട. ഓക്കെ, തിക്നെസ് ഓഫ് ഫ്ലേഞ്ച് നമ്മുടെ കയ്യിൽ ഇല്ല ആണല്ലോ. ഇനി അടുത്ത എന്തോ? അപ്പം നമ്മൾ ബോൾട്ട് വരെ കണ്ടുപിടിച്ചു, ബോൾട്ട് സേഫ് ആണെന്ന് കണ്ടുപിടിച്ചു. അടുത്ത് എന്ത് കണ്ടുപിടിക്കണ്ടേ? ഹലോ സാർ. ആ പറഞ്ഞോ. അതാ ടി കണ്ടുപിടിച്ചതിന് ശേഷം ചെയ്താൽ മതി. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ടി കണ്ടുപിടിച്ചതിന് ശേഷം ചെയ്താൽ മതി അത്, കേട്ടോ. ഇപ്പോൾ ഫ്ലാഞ്ച് ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേന് ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫ്ലാഞ്ചിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാം. D3. ഫ്ലാഞ്ച് ഡയമീറ്റർ എന്തുവാ? പേജ് നമ്പർ 250 കിടപ്പുണ്ട്. ഫ്ലാഞ്ച് ഡയമീറ്റർ എന്തുവാ? D1 + 6D. അതിനകത്ത് ഡേറ്റാ ബുക്കിൽ തന്നെ കൊടുത്തേക്കുന്നത് തെറ്റാണ്. D2 = കൊടുത്തേക്കുന്നത് തെറ്റാണ്. D3 ആണ് കേട്ടോ. D3 = D1 + 6D എന്ന് കിട്ടും. അപ്പോൾ D3യുടെ വാല്യൂ എത്ര കിട്ടും? D3യുടെ വാല്യൂ എന്ത് കിട്ടും? 142. സാർ നമ്മൾ അതിന്റെ D1 1.5D + 25 ആണ് 2D ആയിരുന്നു എടുത്തത്. D1 നമ്മൾ എടുത്തത് 1.5D + 25 ആയിരുന്നു എടുത്തത്. അതെ. അപ്പോൾ D3 എത്ര കിട്ടി? 42. D3യുടെ വാല്യൂ 42. 142. അപ്പോൾ D3, അപ്പോൾ ഡയമീറ്റർ ഓഫ് ഫ്ലേഞ്ച് കിട്ടി. അടുത്ത് എന്താ വേണ്ടത്? തിക്നെസ് ഓഫ് ഫ്ലേഞ്ചിന്റെ ഇക്വേഷൻ എന്തുവാ? .35D + 9. എത്ര കിട്ടും? ആണോ സാർ? 16.7 റൗണ്ട് ചെയ്ത് 17 ചെയ്താൽ. അപ്പോൾ ഫ്ലേഞ്ചിൻ്റെ തിക്നെസ് കിട്ടി. അപ്പോൾ ഫ്ലേഞ്ചിൻ്റെ തിക്നെസ് കിട്ടാഞ്ഞിട്ട് നമ്മൾ ഉപേക്ഷിച്ചൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, അതേതായിരുന്നു? ഫ്ലേഞ്ചിൻ്റെ തിക്നെസ് കിട്ടാണ്ട് നമ്മൾ ഉപേക്ഷിച്ച സാധനം എന്തുവായിരുന്നു? ആ സിഗ്മ ബി ഒന്ന് ചെക്ക് ചെയ്തേ അതൊന്ന്. ഫ്ലേഞ്ചിൻ്റെ തിക്നെസ് കിട്ടാണ്ട് നമ്മൾ ഉപേക്ഷിച്ച ഒരു സാധനം ഉണ്ടായിരുന്നു, ആ സാധനം ഒന്ന് ചെക്ക് ചെയ്തേ. അതെന്തുവായിരുന്നു? ക്രഷ് 0.439 ആണ്. ഇത്ര വട്ടം കിട്ടിയോ? ഏത് ഇക്വേഷൻ ആയിരുന്നു? T = സിഗ്മ ബി ഇൻറ്റു ഐ ഇൻറ്റു ടി ഇൻറ്റു ഡി ഇൻറ്റു D2 ഡിവൈഡഡ് ബൈ 2 അല്ലേ? ഈ ഇക്വേഷൻ ടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ ഇത് ഡ്രോപ്പ് ചെയ്തായിരുന്നു. ഇപ്പോൾ ടി ഇവിടുന്ന് കിട്ടി. അപ്പോൾ ഈ ടീനകത്ത് ഇട്ട് കൊടുക്കുമ്പം നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ സിഗ്മ ബി എത്രയാണെന്ന് കണ്ടുപിടിക്കുക. എത്ര കിട്ടി? ഏകദേശം 2.39 കിട്ടും. 2.439.
2.439 ആണോ? ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ഇത്രയും കിട്ടും. അപ്പോൾ ഈ സിഗ്മ ബി നമുക്ക് തന്നിരിക്കുന്ന സിഗ്മ ബി എത്ര? ഗിവൺ സിഗ്മ ബി എത്ര? ഗിവൺ സിഗ്മ ബി എത്ര? 150. ഓക്കെ, അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ബോൾട്ടിൻ്റെ ക്രഷിങ് സ്ട്രെങ്ത് ആയിട്ടുള്ള കിട്ടിയ സിഗ്മ ബിയും ബോൾട്ടിൻ്റെ തന്നിരിക്കുന്ന ക്രഷിങ് സ്ട്രെങ്തും തമ്മിൽ നോക്കുമ്പോഴത്തേന് കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ കുറവാണ്. അതുകൊണ്ട് അത് സേഫ് ആണെന്ന് നമുക്ക് 100% സേഫാണെന്ന് നമുക്ക് പറയാം. ഇത്രയും ചെയ്യാത്തവർ ചെയ്തു. 1 മിനിറ്റ് സമയം തരാം. ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞ് തീരും. ഒരു കാര്യം കൂടെ ചെയ്താൽ മതി. അത് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യട്ടെ അല്ലേ? നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. വൈൻഡപ്പ് ചെയ്യട്ടെ, അത് പറഞ്ഞങ്ങ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഫ്ലേഞ്ചിൻ്റെ ഡിസൈൻ ചെയ്ത് ഇനി ഫ്ലേഞ്ച് സേഫ് ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. ഫ്ലേഞ്ചിൻ്റെ അകത്തുള്ള ആ പാട് സ്ട്രെസ് എന്തുവാ? ടോസി. അപ്പോൾ ടോസി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നോക്കിയാൽ അവിടെ തന്നെ കിടപ്പുണ്ട് 252-കകത്ത്. ദ ടോർക്ക് കപ്പാസിറ്റി ബേസ്ഡ് ഓൺ ഷിയർ ഓൺ ഫ്ലേഞ്ച്. ടോർക്ക് കപ്പാസിറ്റി ബേസ്ഡ് ഓൺ ഷിയർ ഓൺ ഫ്ലേഞ്ച് എന്ന് പറയുന്ന ഇക്വേഷൻ എന്തുവാ കിടക്കുന്നത്? ടി ഈക്വൽ ടു ടോന്ന് ടോസി എന്ന് കൊടുക്കാം. ടോ പൈ d1 square t divided by d1 square into t by 2. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ടി അറിയാം, d1 അറിയാം, ടി അറിയാം, ഈ 2 അറിയാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ടോസിയുടെ വാല്യൂ എത്ര കിട്ടും? ടോസിയുടെ വാല്യൂ എത്ര കിട്ടി? 1.33. ഗിവൺ ടോസ് എത്ര? അപ്പം നമുക്ക് മനസ്സിലായി ഫ്ലേഞ്ച് ഡിസൈനും സേഫാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ. അപ്പം ഇതിനകത്ത് പിന്നെ ഒരു കാര്യം കൂടെ ലാസ്റ്റ് പറയാനുണ്ട്. കുറച്ച് അല്ലാത്ത പാരാമീറ്റേഴ്സ് ഉണ്ട്. അബർ പാരാമീറ്റർ നിങ്ങൾ പേജ് നമ്പർ 251 എടുത്തേ. അതർ പാരാമീറ്റർ പേജ് നമ്പർ 251 എടുത്തേ. പേജ് നമ്പർ 251 കൊടുത്തേക്കുന്നുണ്ട് ബി ഈസിക്കൽ ടു സി ഈസിക്കൽ ടു എഫ് ഈസിക്കൽ ടു T1 ഈസിക്കൽ ടു T2 ഈസിക്കൽ ടു T3 ഈസിക്കൽ ടു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണ്ടോ? എ ഈസിക്കൽ ടു കണ്ടോ? ബി സി എഫ് T1 ഇതെല്ലാം നിങ്ങൾ കണ്ടുപിടിക്കണ്ടേ കേട്ടോ. പക്ഷെ അത് എന്താണെന്നുള്ളത് ആ ഡേറ്റ ബുക്കിൽ കിടപ്പുണ്ട്. ബി എന്താണ്, സി എന്താണ്, എഫ് എന്താണ് എന്ന് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം ഈ ഒരു അതർ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞ ഹെഡിങ് എഴുതിയിട്ട് ഏതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക. അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക. ബി സി എഫ് T1 T2 T3 എ ഇത്രയും വാല്യൂസ് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. അതിനകത്ത് നമുക്ക് എന്തോ ഉണ്ട്, ആ ക്യാപിറ്റൽ ഡിയുടെ വാല്യൂ ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. ക്യാപിറ്റൽ ഡിയുടെ വാല്യൂ എന്താ? ക്യാപിറ്റൽ ഡി എന്ന് വെച്ചാൽ എന്തുവാ? 22. ക്യാപിറ്റൽ ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ്. അപ്പോൾ ഈ ഒരു വാല്യൂസ് ബി സി എഫ് T1 T2 T3 എ അതിനകത്ത് ഇക്വേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 251 അത് സിമ്പിൾ ഇക്വേഷൻസ് നമ്മൾ ഡയമീറ്ററിൻ്റെ വാല്യൂ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അന്നേരം നമുക്ക് എന്ത് കിട്ടും? അവിടെ ഉള്ള